എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽവക്കം ആയ പാകിസ്ഥാനെ കുറിച്ച് ചേർന്നുള്ള UK, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളെക്കുറിച്ചാണ്. നാം ചരിത്രത്തിലേക്കൊന്ന് കടക്കേണ്ടതാണ്. അതായത് ആദ്യം നമുക്ക് UK-യെക്കുറിച്ചും ചിന്തിക്കാം. മുൻപ് നമ്മൾ പഠിച്ച പാഠങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് സൂര്യൻ അസ്തമിക്കാത്ത ഒരു നാടായിട്ടാണ് UK കണ്ടത്, യുണൈറ്റഡ് കിങ്ഡം. കാരണം ഇവർ കച്ചവട കാര്യങ്ങളായി പഴയ പാക്കപ്പലുകളിൽ പല രാജ്യങ്ങളിലും കടന്നുകൂടി അവിടുത്തെ നാട്ടുരാജാക്കന്മാരുമായി സന്ധിയുണ്ടാക്കി അവരെ പരസ്പരം പോരടിപ്പിച്ച് തമ്മിൽ യുദ്ധം ചെയ്ത് അവരെ നശിപ്പിച്ച് ആ രാജ്യത്തിൻ്റെ മൊത്തം ഭരണവും ഏറ്റെടുക്കുന്ന ഒരു മോശമായ ഒരു പ്രവണത ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അവരുടെ കൊടി പാറിപ്പിച്ചു. അവസാനം അവർ പലത് കാട്ടിക്കൂട്ടി. അതായത് പോണ രാജ്യത്തിലുള്ള നല്ല സ്ത്രീകളെ കടത്തിക്കൊണ്ടു പോവുക, നല്ല കായിക ശക്തിയുള്ള ആൾക്കാരെ കൊണ്ടുപോയി അവരുടെ എസ്റ്റേറ്റുകളിൽ UK-യിലെ എസ്റ്റേറ്റിൽ അവിടെ ഇവിടെ താമസിച്ച് കൃഷിക്കാരാക്കി അങ്ങനെ വളർന്ന് അങ്ങനെ കുറേ വിഭാഗങ്ങൾ ഇന്നും അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്. അവർ ഒറിജിൻ ഇന്ത്യൻസാണ്. അങ്ങനെ പല ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ അവർ എത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരും കാര്യത്തിലോട്ടോ ഞാനിപ്പോൾ കിടക്കുന്നില്ല. എന്നാൽ ബൈബിളിലൊരു വാചകമുണ്ട്, വിതച്ചതേ കൊയ്യൂ. എന്താ സംഭവിച്ചതെന്ന് UK-യിൽ വളരെ ബുദ്ധിമുട്ടാണ്. തൊഴിൽ പ്രോബ്ലംസ് ഉണ്ട്, സമാധാനമില്ല, തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം, മതമൗലികവാദികളുടെ അതിനുമപ്പുറത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കുന്നു. അതായത് അവിടെ ഭരണപക്ഷത്തിൽ പുറത്തുനിന്ന് വന്നവരും ഭരണത്തിൽ കടന്നുകൂടി. അതായത് അശാന്തിയുടെ ദിനങ്ങളാണ് ഇപ്പോൾ UK-യിലുണ്ടാകുന്നത്. ഈവൻ UK-യിലുള്ളവർ മറ്റു രാജ്യങ്ങളിൽ അഭയം തേടേണ്ടതും മറ്റു രാജ്യങ്ങൾക്ക് കുടിയേറുന്ന ഒരു ഗതികേടിലായി. ഇന്ന് UK-യെ മുമ്പോട്ട് പോകുന്നത് അവിടെ നിന്ന് ഈ പഠിക്കാനെത്തുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഫീസും കാര്യങ്ങളും വെച്ച് ടാക്സിനത്തിലൊക്കെ ഈടാക്കിയുള്ളൊരു ജീവിതമാണ്. അശാന്തിയുടെ ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ. ശരിക്കും സന്തോഷമല്ല, വളരെ ശോചനീയമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി? അതായത് ബൈബിൾ പറഞ്ഞ് വിതയ്ക്കുന്നതേ കൊയ്യൂ. കാരണം ഇവർ മുൻകാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ അരാജകത്വവും അവർ കാട്ടിക്കൂട്ടിയ ഓരോന്നിൻ്റെയും ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധിപന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഗതികേടിലേക്ക് വഴി വീണുകൊണ്ടിരിക്കുകയാണ് UK. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത് നമുക്കൊന്ന് കാണാം അമേരിക്ക. അതിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ്. ഒരു കച്ചവടക്കാരനാണ് അമേരിക്ക ഇന്ന് ഭരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. അതും ഇതുപോലെ 7-കിട കച്ചവടമാണ് നടത്തുന്നത്. കച്ചവട ലക്ഷ്യമാണ് കൂടുതൽ. പുറം രാജ്യങ്ങളിൽ പോയി തീവ്രവാദം വരുത്തുക, അവർക്ക് ആയുധം കൊടുക്കുക, അവിടെ അശാന്തി വരുത്തുക, അതിനെ മീഡിയേറ്ററായി മുമ്പോട്ട് വരിക. ഉഡായിപ്പ് പരിപാടി. എന്തുപറ്റി? അമേരിക്കയിൽ അവസാനം ആൾക്കാരെ കൊണ്ട് ശല്യം സഹിക്കാതെ അവിടെ പുറത്തുനിന്ന് കുടിയേറിയവരെ കയ്യാമം വെച്ച് ഫ്ലൈറ്റിൽ അവരുടെ നാടുകളിലേക്ക് അയക്കേണ്ട ഗതികേടുണ്ടായി. അവിടെ ഉണ്ട് തൊഴിൽ മാന്ദ്യം. അമേരിക്കയിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവർ പല രീതിയിലും വളരെ താഴ്ന്ന നിലവാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? കാരണം അവിടെ ഭരിക്കുന്നത് കച്ചവടക്കാരനാണ്. ഈ കച്ചവടക്കാരന് കച്ചവട ലക്ഷ്യമുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉച്ചയൂണിന് ഇവിടുത്തെ ഈ പാകിസ്ഥാൻ അസീം മുനീറിനെ വിളിച്ച് മക്കളുടെ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൻ്റെ ആധിപത്യം മുനീറിൽ കൂടി പാകിസ്ഥാനിൽ നടത്തണം. അതിനുവേണ്ടി വിളിച്ചു. ഇനിയിപ്പോൾ നല്ലൊരു ഉച്ച ഊണ് കൊടുത്ത് ആ ഊണിൽ പന്നി ഉണ്ടോ എന്നൊരു സംശയമാണ്. പന്നി ഇറച്ചി കൊടുത്താൽ അത് മറ്റൊരു ഇറച്ചിയുടെ പേര് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ പന്നി തിന്നുന്ന ഇസ്ലാമായിട്ടാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. കാരണം മുനീർ എന്ന് വെച്ചാൽ അവനൊരു തീവ്രവാദിയാണ്.
അവരെ ആവശ്യം തീവ്രവാദം നടത്തുക, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ പറ്റിക്കുക, ഇന്ത്യക്ക് ചൊറിഞ്ഞ, ഇതൊക്കെ മാത്രമാണ് അവനുള്ളത്. പിന്നെ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തത് ട്രംപ് ലോൺ എടുത്ത് മുനീറിന് കൊടുക്കും. അതിന് ആ പൈസയുടെ കുറച്ച് ഭൂരിഭാഗം വന്ന് അവൻ ആയുധം വാങ്ങും. ബാക്കി കുറച്ച് ഈ മുനീറിൻ്റെയും അവൻ്റെ ശില്പന്തികൾക്കും വേണ്ടി അന്യനാടുകൾ UK-ലും പല രാജ്യങ്ങളിലും സ്വത്തുണ്ടാക്കി കുടുംബത്തെ അവിടെ ആക്കുക. ഇവൻ ഇവിടെ ഇരുന്നിട്ട് മനുഷ്യനെ തോക്കും കൊടുത്ത് തീവ്രവാദികളെയും വിട്ട് രാജ്യങ്ങളിലേക്ക് അയച്ച് ഇന്ത്യയിലേക്ക് അയച്ച് ഇവിടെ അശാന്തി പരത്തുക. അത് മുനീറിൻ്റെ ജോലി. കാരണം വിവരം കേട്ടുകൊടുത്തനാണ്. കാരണം 4-ാം കൂലി 7-ാം കൂലി തല്ലുകാരൻ്റെ ഒരു ഗുണ്ടയുടെ റോളാണ്. അതിന് കൂട്ടു നിൽക്കുന്നത് ട്രംപ്. കാര്യം ഈ ട്രംപ് എന്ന് പറഞ്ഞ കച്ചവടക്കാരനാണ്. ഇന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാറ്റയൊക്കെ അവർ തുടങ്ങി ഇത് വെച്ച് ഇന്നിപ്പോൾ ഇവിടെയൊക്കെ ഭരിക്കേണ്ടത് ടാറ്റയായിരുന്നു. പക്ഷേ അമേരിക്കയും ചെയ്തു കൂട്ടിയ പല തെറ്റുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും പല രാജ്യത്തെയും അവർ വരുത്തി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയല്ലേ. കാരണം അവരുടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ തീവ്രവാദം നുഴഞ്ഞു കയറുന്നു, ചാവേറുകൾ കയറുന്നു. അവർക്ക് അശാന്തിയുടെ ദിനങ്ങളാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. അവർക്ക് യാതൊരു രീതിയിലും ഇനി സമാധാനം ഉണ്ടാവില്ല. കാരണം അവർ ചെയ്ത അത്രയും വലിയ തെറ്റുകളാണ് അവർ വരുത്തി വെച്ചു. അവർ പലരെയും ഉപദ്രവിച്ചു, പല രാജ്യത്തെയും ഉപദ്രവിച്ചു, പല ഭരണത്തെയും അവർ തകിടം മറിക്കാൻ ശ്രമിച്ചു. തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഖലിസ്ഥാൻ ആരാണ് ഉണ്ടാക്കിയത്? അവർ. ഈ പാകിസ്ഥാൻ ഇത്രയും മോശമായ രീതിയിൽ തിരിച്ചുവിട്ടതാരാണ്? അമേരിക്ക. അവരെല്ലാ സഹായവും കൊടുത്തു ഇന്ത്യയെ തകർക്കാൻ വേണ്ടി. എന്തായിരുന്നാലും ഇന്ത്യ എന്നുള്ളത് ഈ സ്വച്ഛാധിപതികളുടെ രാജ്യമല്ല. ജനാധിപത്യ ഭരണം, മനുഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇൻസൈഡ് പാർട്ടിക്കാർ 1000 കാണും, 1000 ഭാഷക്കാരാണ്. ബട്ട് ഇന്ത്യയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രമസ്ഥരല്ല. നമുക്ക് അക്രമം അറിയില്ല. നമ്മളെ പറ്റിക്കാനേ മറ്റുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത് സാധ്യമല്ല. നല്ല ഉറച്ചൊരു ഭരണമുണ്ട്. ആ രീതിയിൽ പോണു. ജനങ്ങളും സന്തുഷ്ടരാണ്. എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാകും. ഏത് പ്രഗത്ഭനായ വ്യക്തികൾ രാജ്യം ഭരിച്ചാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചോളാം. കാരണം അത് മനുഷ്യ സഹജം. അതിന് നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ പാകിസ്ഥാനിലേക്ക് ഒന്ന് കിടക്കാം. പാകിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നത്? അരാജകത്വം തകർന്ന് തരിപ്പണമായി പോയി. ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ ഈ ഇസ്ലാമാണ് ലോകത്തുള്ളത്. ഇസ്ലാം അല്ലാത്ത ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് സ്വർഗ്ഗ ലോകത്ത് പോകും. ഈ മുനീറെന്ന് പറഞ്ഞാൽ ഇത്ര കാട്ടിക്കൂടുന്ന വൃത്തികെട്ട പാപം അവൻ നശിപ്പിക്കുന്നത് പാകിസ്ഥാനി ജനങ്ങളെയാണ്. പാവം പട്ടിണിപ്പാവങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവൻ സർവ്വസൈന്യാധിപനായി അവൻ നിൽക്കുന്നു. അതിൽ നട്ടലുള്ള ഒരുത്തൻ പോലും അവിടെയില്ല. ഈ നായ്ക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പാവം അവിടെ നല്ല ആൾക്കാരുണ്ട്, അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. വെച്ചാൽ അവനെ കൊന്നുകളയും. ഇതേ മോഡൽ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത്. നോക്കൂ അതിൻ്റെ അധംപതനം. എന്തൊരു ഗതികേടാണ്. എന്തൊരു നോബൽ സമ്മാനം വാങ്ങിയൊരു തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ കെയർ ടേക്കറായിരിക്കുന്നത്. ഈസ് വൺ ഓഫ് ദ ഇഡിയറ്റ്. ഇവനൊക്കെ എങ്ങനെയാണ് നോബൽ സമ്മാനം കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ സമാധാനത്തിൻ്റെ സമ്മാനത്തിന് വേണ്ടി കുറച്ച് അതും ഇതുമായിട്ടങ്ങ് അടയ്ക്കാൻ ട്രംപ്. ആ ട്രംപിൻ്റെയും കാര്യം വലിയ കഷ്ടമാണ്. എന്ത് പറയണമെന്നല്ല, രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത് രാത്രി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഏത് സമയത്തും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നും നമുക്ക് ഉപദ്രവങ്ങളുണ്ടാകാം. എന്തിനു വേണ്ടി? ഇവൻ ആ നേപ്പാൾ, ഇതൊക്കെ ഇനിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ തരികിട കൊണ്ട് ഒന്നും ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അവസാനം ഇതിനെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് UK-യിൽ നടക്കുന്നത്, അമേരിക്കയിൽ നടക്കുന്നത്, പാകിസ്ഥാനിൽ നടക്കുന്നത്, ബംഗ്ലാദേശിൽ നടക്കുന്നത്. നാം എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. അതുകൊണ്ട് നാം എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നമുക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒന്ന് പറയുന്നു,
നമുക്കെന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യം എന്ത് തന്നെയായിരുന്നാലും നമുക്ക് നമ്മുടേതായ വലിയൊരു സംവിധാനമുണ്ട്, എല്ലാ ശൃംഖലകളുമുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നമ്മൾ അധ്വാനിക്കുന്നവരാണ്. നമുക്ക് മറ്റാരുടെയും സ്വത്തോ മറ്റൊന്നും നമുക്ക് കണ്ണുവയ്ക്കേണ്ട. നാം നമ്മുടെ ജോലികൾ ചെയ്തു, നാം വർക്ക് ചെയ്തു, നമ്മുടെ ആഹാരം നാം കഴിക്കുന്നു. മറ്റുള്ളവരുടെ സ്വത്തിനോ മറ്റുള്ളവരുടെ തീവ്രവാദം വരുത്താനോ മറ്റുള്ളവർക്ക് ആയുധം കൊടുക്കാനോ നമുക്കുണ്ട്. നമ്മൾ സഹായിക്കുന്നു, നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു. ഇവൻ ശത്രുക്കളായാലും നമ്മൾ സഹായിക്കാം. ശ്രീലങ്കയെ സഹായിക്കുന്നു, മാലിയെ സഹായിക്കുന്നു, പാകിസ്ഥാനെ സഹായിക്കുന്നു, പലരും നമ്മൾ സഹായിക്കുന്നു. അത് നല്ലതാണ്. ഈവൻ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നു. നാം നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും. അതിനുള്ള ശക്തിയും സമാധാനവും നമ്മുടെ ഭരണാധിപന്മാർക്കുണ്ടായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം തമ്മിൽ നിങ്ങൾക്ക് പോളിഷ് ലേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കണം. അത് രാജ്യത്തിന് മറ്റുള്ളവരെ കളങ്കം ചേർക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിൽ ഏർപ്പെടാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.